ഹലോ ഗൈസ്, പുതിയവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാം ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. വള എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറി ഓഫ് എ ബാംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടത്തിന്റെ ട്രെയിലർ റിയാക്ഷൻ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ വെയ്ഫർ ഫിലിംസ് ആണ്. സോ ലോക എന്ന് പറഞ്ഞ ഹിറ്റ് പടത്തിന് ശേഷം ദുൽഖർ സൽമാൻ അവതരിപ്പിക്കുന്ന വള സ്റ്റോറി ഓഫ് എ ബാംഗിൾ. സോ ഈ പടത്തിൽ നമുക്ക് ലുക്മാനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ കുറച്ച് പേരുണ്ട് ഗൈസ്. ആരൊക്കെയാണെന്നുള്ളത് അറിയില്ല. ഇവർ രണ്ടുപേരെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടോക്കാം എങ്ങനെയുണ്ടെന്ന്. വെയ്ഫർ ഫിലിംസ്. ഓക്കെ, ധ്യാൻ ശ്രീനിവാസൻ. ഓക്കെ, അമ്മമ്മ കൊടുത്തതാണ് വള. ലൂക്കറാൻ, ശാന്തി കൃഷ്ണയുണ്ട്. വളയാണല്ലോ മെയിൻ. ഇവരൊക്കെ ബന്ധുക്കളാണ്. അപ്പോൾ ടെക്സ്റ്റോ വളരെ ചുറ്റി പറ്റിയുള്ള പരിപാടിയാണ് ഗൈസ്. From the makers of Kadine Kadaloni Andala. ലുക്മാൻ ഇതാണോ? പോലീസാണോ? ധ്യാൻ ശ്രീനിവാസൻ, അർജുൻ രാധാകൃഷ്ണൻ, വിജയരാഘവൻ ചേട്ടനുണ്ട്. പുള്ളി ഇവിടെ ദുബായിലാണ്. ഗോവിന്ദ് വസന്ത, ധ്യാൻ വേഴ്സസ് ലുക്മാൻ. കരാട്ടെ സീൻ, കരാട്ടെ പ്ലസ് പോലീസ്. അടി ഇടി വെടി അല്ലാണ്ടല്ലോ. വള സ്റ്റോറി ഓഫ് എ ബാംഗിൾ. മെസ്സി റൊണാൾഡോ. September 19 വേൾഡ് വൈഡ് റിലീസ്. ഓക്കെ ഗൈസ്, സോ സംഭവം കണ്ടിട്ട് ഒരു വളയെ ചുറ്റിപ്പറ്റിയുള്ള പരിപാടിയാണ്. പക്ഷെ വളയ്ക്ക് വേണ്ടി കുറേ പേര് വിൽക്കാൻ വേണ്ടി നോക്കും. അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി വരുന്നു. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ലുക്മാൻ വേഴ്സസ് ധ്യാൻ ശ്രീനിവാസനാണ് മെയിനായിട്ട് സംഭവമായിട്ട് തോന്നിയത്. ലുക്മാൻ പോലീസുകാരൻ പ്ലസ് കരാട്ടെ മാസ്റ്റർ. ഇവിടെ ധ്യാൻ ശ്രീനിവാസൻ സാധാരണ ഒരു കുടുംബനാഥൻ പോലത്തെ സെറ്റപ്പ് ആയിട്ടാണ് തോന്നുന്നത്. സോ ധ്യാൻ ശ്രീനിവാസൻ പാലയുടെ കയ്യിലാണ് ആ 3 ഓടത്തെ ബാങ്കുകളുള്ളത്, പാളയുള്ളത്. എന്തോ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. സോ വെയ്ഫർ ഫിലിംസ് ആയതുകൊണ്ട് കുറച്ചധികം പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ലോക്കയ്ക്ക് ശേഷം നല്ല പ്രതീക്ഷ തരുന്നുണ്ട്. സോ എന്തായാലും സംഭവം ലുക്മാനൊക്കെ ഉള്ളതുകൊണ്ട് പടം നല്ല അടിപൊളിയായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഈ ഫ്രൈഡേ റിലീസാവുകയാണെന്ന് വെച്ചാൽ നാളെ റിലീസാവുകയാണ്. സോ നിങ്ങൾ എത്രമാത്രം വെയിറ്റിംഗ് ആണ്, നിങ്ങൾക്ക് ഈ ട്രെയിലർ എന്താണെന്ന് തോന്നിയെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നാളെ ഈ ബ്ലോഗർ റിയാക്ഷനായി വരുന്നത് എല്ലാവർക്കും